അരുൺ വിജയുടെ ഒരു ആക്ഷൻ ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഭയങ്കര സർപ്രൈസ് ആയി റിലീസായ സിനിമയാണ് റട്ടത്തല. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങേരെ കൈയും കാലും കെട്ടിയിട്ടിട്ട് തലയിൽ ഒരു തോക്കും വെച്ചിട്ട് എടാ ഒപ്പ് സൈൻ ചെയ്യണ എഗ്രിമെന്റ് പറഞ്ഞിട്ട് സൈൻ ചെയ്യിപ്പിച്ച പടമാണെന്ന് തോന്നുന്നു. അയ്യേ 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 ഒരു പടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എപ്പിക് എപ്പിക് അപരാധം. സോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല, റട്ടത്തല ഡബിൾ റോൾ ആണ്. ഇതില് പാവപ്പെട്ട ഭയങ്കര പഞ്ചപാവമായിട്ടുള്ള ഒരു അരുൺ വിജയ് ഉണ്ട്. ഡോൺ, ലോകം ഭരിക്കുന്ന ഡോൺ ആയിട്ടുള്ള ഒരു അരുൺ വിജയും ഉണ്ട്. ആൻഡ് ഇതില് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കേരള സ്റ്റോറി ഫെയിം സിദ്ധി ഇദാനി. ഞാൻ വിചാരിച്ചത് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആ കൊച്ചിന് കൊടുത്തിട്ടുള്ളത് കേരള സ്റ്റോറിയിലാണ്. അല്ലേ അല്ല, അത് റട്ടത്തലയിലാണ്. പൈസക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന ഒരു കൊച്ചു. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് ഈ കൊച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു സ്വർണ്ണ മോതിരം കൊണ്ടുവന്നിട്ട് എന്റെ ഒപ്പം ബാ. അതായത് കിടക്കാ പരിപാടിക്കൊക്കെ. പക്ഷെ അവള് പറയും എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അരുൺ വിജയ് ആണ് ബോയ് ഫ്രണ്ട്, അവന്റെ ഒപ്പം ഞാൻ പോവുള്ളൂ. അവന്റെ അടുത്ത് പറയണേ എനിക്ക് പൈസയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഫ്രാൻസിൽ പോയി സെറ്റിൽ ആവാൻ പോവാണ്. ഒന്നെങ്കിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്റ്റേഡിയം സ്റ്റാൻഡ്, രണ്ടും കൂടി വേണ്ട. ആജാതി ഒരു പരട്ട ക്യാരക്ടർ. സോ യൂഷ്വലി ഈ നായികമാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് വില്ലന്മാരുണ്ടാവും. ഇതിലത്തെ വില്ലന്മാർ അതിലും നിർഗുണന്മാരാണ്. അതുകൊണ്ട് അത് മാത്രമില്ല, ആരെങ്കിലും വന്ന് ആ കൊച്ചിനൊന്ന് കൊന്നുണ്ടായിരുന്നതിൽ ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ സ്റ്റാൻഡേർഡ് പേഴ്സണലി എനിക്ക് മനസ്സിലായത് ഒരൊറ്റ സീനിലാണ്. ഹരീഷ് പേരടിയെ കാണിച്ചിട്ട് പറയാണ് ഗോഡ് ഫാദർ ഓഫ് ഗോവ. പോരാ, സിനിമയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ സീന് മതിയായിരുന്നു.